ഈ നാടിനെ നോവിച്ച മോഫിയുടെ ആത്മഹത്യ തുടർന്ന് ഉണ്ടായത് എന്ന് നമുക്ക് കരുതാൻ പറ്റും. പരാതി പറയാൻ പോയ സത്യത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ ഇതിനൊക്കെ മനസ്സിൽ വളരെ വേദനിച്ചു. കാരണം ആ CI ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വ ബോധത്തിൽ ആ പരാതിയോട് പ്രതികരിച്ചതിനു വേണ്ടി ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ. കേരളത്തിലെ ജനമനസ്സിനെ വേദനിപ്പിച്ചത് ഒരു CIയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം, നികൃഷ്ടമായ പെരുമാറ്റം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, കാക്കി ഉടുപ്പിന് 1% യോജിക്കാത്ത സ്വഭാവം. ആ സ്വഭാവം കൊണ്ടുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് കേരളത്തിലെ മനസാക്ഷിയെ വേദനിപ്പിച്ച കനത്ത നഷ്ടമാണ് മോഫിയുടെ ആത്മഹത്യ. എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നു. എന്നാൽ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥനെ ഒറ്റപ്പെടുത്താനോ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥനെ കുറ്റം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി കൊടുക്കേണ്ടുന്ന ഒരു ഗവൺമെന്റും ഗവൺമെന്റിന്റെ ആളുകൾ അതിൽ ന്യായീകരിച്ചു എന്നതാണ് ഏറ്റവും പരിതാപകരം. ഒരു സർക്കാർ തെരഞ്ഞെടുപ്പ് രംഗത്തിരിക്കുമ്പോൾ ജനങ്ങളോട് പറയപ്പെടുന്ന വാഗ്ദാനങ്ങളുണ്ട്. ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് സ്ത്രീ സംരക്ഷണമാണ്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യമതി കിട്ടിയ പാർട്ടിയാണ്. ആ പാർട്ടി ഭരിക്കുമ്പോൾ സ്ത്രീ സംരക്ഷണം വേണ്ട, സ്ത്രീകളെ ദ്രോഹിക്കാതെ അത്രയെങ്കിലും ഒരു മര്യാദയും അന്തസ്സും കാണിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ദിവസങ്ങളായിട്ടും പ്രതികരിച്ചതെപ്പോഴാണ്? കേരളം ശ്രദ്ധിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് വാരിക്കോരി വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനമനസ്സിനെ സ്വാധീനിച്ച് വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ കയറിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കണം. സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്ത ഒരു സർക്കാർ സ്ത്രീകളുടെ നരഹത്യക്ക് കൂട്ടുനിൽക്കുന്നു എന്നതാണ് പരിതാപം. എത്ര ആത്മഹത്യ! ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, മാധ്യമങ്ങൾക്ക് അറിയാം. എഴുതിയാലൊടുക്കാത്ത ആത്മഹത്യ. കൊച്ചു മക്കൾ പോലും കൊല്ലപ്പെടുന്നു. ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്നു, കെട്ടിത്തൂക്കിക്കൊന്നു. എന്നിട്ടും അവരെ സഹായിക്കുന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്തും ഗവൺമെന്റിന്റെ ഭാഗത്തും മന്ത്രിമാരെ കണ്ട് പരാതി പറഞ്ഞാൽ പരാതിക്ക് നടപടിയില്ലെന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നടപടിയാണ്. അതിലേറ്റവും ഒടുവിലത്തെ തെളിവല്ലേ ഈ CIയെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തത്. ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യില്ലേ? മേലുദ്യോഗത്തിന്റെ റിപ്പോർട്ടിന്റെ പുറത്ത് സസ്പെൻഡ് ചെയ്യാനുള്ള കടലാസ് സർക്കാരിന്റെ മുൻപിലുണ്ട്. എന്ത് ചെയ്യാതിരുന്നത്? എത്ര ദിവസം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. സമാധാനപരമായിരുന്നു സമരം. സമാധാനപരമായിരുന്നില്ല സമരമെങ്കിൽ ഈ കേരളം എത്ര കോടാനുകോടി രൂപയുടെ നഷ്ടത്തിന് ഈ സംസ്ഥാനം സാക്ഷിത്വം വഹിച്ചിട്ടുണ്ടാകും. പക്ഷേ സമരം നടത്തിയത് കോൺഗ്രസ്. അതിന്റെ സമരമുഖത്ത് ഏറ്റവും ശക്തമായി നിലനിന്നത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഹിംസാത്മകമായ സമരത്തിലേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം ഉള്ളതുകൊണ്ട് അവരാരും പോലീസിന്റെ ഈ വെള്ളം കെട്ടലും എല്ലാ പ്രതിരോധങ്ങളെയും അതിജീവിച്ച് സമരം ചെയ്ത് MP-മാരും MLA-മാരും എല്ലാം ഒറ്റക്കെട്ട് ഒരു മനസ്സായി സൈദ്ധാന്തികമായ ഒരു പ്രായോഗിക പ്രതലമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസ് പ്രസ്ഥാനം, വിഭജന പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത്. വെള്ളടിച്ചതുകൊണ്ടോ, ടിയർ ഗ്യാസ് പൊട്ടിച്ചതുകൊണ്ടോ, ലാത്തി വീശിയതുകൊണ്ടോ കേരളത്തിലെ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ പോഷക സംഘടനകളെയും സമരത്തെ നിർവീര്യമാക്കാം എന്ന് ഇടതുപക്ഷ സർക്കാർ ഇനി സ്വപ്നം കാണും. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കരുത്തിലേക്ക് കോൺഗ്രസ് കടന്നു പോകാം. എവിടെ തെറ്റ് കണ്ടാലും ആ തെറ്റ് ചൂണ്ടിക്കാണും. അതൊക്കെ തിരുത്താനുള്ള പോരാട്ടവും കോൺഗ്രസിനാണ്. ഏത് പ്രാദേശിക വിഷയങ്ങളും കോൺഗ്രസിന്റെ മുൻപിലെത്തിയാൽ ഞങ്ങൾ കൈകാര്യം. ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും
സംരക്ഷണം നൽകാൻ ഏത് അറ്റം വരെ പോകാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് എന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേരളം കണ്ട എംപിമാരുടെയും MLA-മാരുടെയും വനിതകളുടെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒറ്റക്കെട്ടായുള്ള സമര പ്രകടനങ്ങൾ നിങ്ങളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും സ്ത്രീ സുരക്ഷ പ്രസംഗത്തിന്റെ വാക്കുകളായി ദുരുപയോഗം ചെയ്യാതെ അതിനോട് ആത്മാർത്ഥത കാണിക്കാനും സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനും സാധിക്കുന്ന നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഏറ്റവും അവസാനം നടത്തിയത് ഒരു പ്രവർത്തനം ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ്. അങ്ങനത്തിന് പോയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ. ക്രൈംബ്രാഞ്ച് എന്തിനാ അന്വേഷിക്കുന്നത്? മേലുദ്യോഗസ്ഥൻ നേരത്തെ പോലീസിന്റെ മേലുദ്യോഗസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ട് നിലവിലുണ്ടല്ലോ. പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ ആയിട്ട് CBI ഒന്നുമല്ലല്ലോ. കേരള പോലീസിന്റെ ഭാഗം തന്നെയല്ലേ ക്രൈംബ്രാഞ്ച്. ആരെ പതിപ്പിക്കാനാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ? അതുകൊണ്ട് മുഖ്യമന്ത്രി കുറെ കൂടെ അന്തസ്സ് പാലിക്കണം, വാക്ക് പാലിക്കണം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഓർമ്മിക്കണം. പ്രശ്നം ഉയരുന്നിടത്ത് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ഭരണകർത്താവായി ശ്രീ പിണറായി വിജയൻ മാറണം. നിസ്സംഗനും നിശ്ചേഷ്ടനും വായ തുറക്കാത്ത ഒരു മുഖ്യമന്ത്രിയുമായി ശ്രീ പിണറായി വിജയൻ മാറി നിൽക്കരുത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനും നിങ്ങൾ കണ്ടതാ. പ്രതികരിക്കില്ല മുഖ്യമന്ത്രി. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മുഖ്യമന്ത്രി പ്രതികരിക്കില്ല. പ്രതികരിക്കാത്തതൊരു ഭൂഷണാണോ, അലങ്കാരമാണോ? അതൊരു സ്ട്രാറ്റജിയാണോ? ഞാൻ പറയുന്നു സ്ട്രാറ്റജിയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ സ്ട്രാറ്റജി. വായ തുറന്നാൽ എന്തെങ്കിലും പറയുന്നു. എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാനേ അദ്ദേഹത്തിന് സാധിക്കും. അത് പാർട്ടിക്കുണ്ടാകാവുന്ന സെറ്റ്ബാക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയും ഭയപ്പാടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അധികം സംസാരിക്കാറില്ല. വായിൽ നിന്ന് വീണത് അപകടമാകുമെന്നുള്ള ബോധ്യം അദ്ദേഹത്തെ വധിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കാത്തൊരു മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഒടുവിൽ വായ തുറന്നു, നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നല്ലത്. അദ്ദേഹത്തിന് അക്കാര്യത്തോടെ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. കേരളത്തിലെ ഈ പറയുന്ന മോഫിയയുടെ കുടുംബത്തിന്റെ കഥ കണ്ടില്ല. ഇന്നത്തെ കാര്യം ഉമ്മയൊക്കെ നമ്മുടെ MLA-മാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയിത്തരങ്ങൾ പറയുന്ന വാക്ക് കേട്ടില്ലേ? ഇപ്പോഴും സ്കൂളിൽ പോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് ഒരു അമ്മ പറയുമ്പോൾ ആ അമ്മയുടെ വേദന മനസ്സിലാക്കാൻ മാതൃത്വത്തിന്റെ വിലയറിയുന്ന ഭരണകൂടത്തിന് സാധിക്കണം. ഇല്ലെങ്കിൽ മാതൃത്വത്തിന്റെ വിലയറിയാത്ത നിഷ്ഠൂരന്മാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് സമൂഹം വിലയിരുത്തിയാൽ അതിന് സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ആ കുറ്റം ആ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അതുകൊണ്ട് ഏതായാലും ആ ചാപ്റ്ററുകൾ സമാപിച്ചിരിക്കും. ഇനിയെങ്കിലും അതിനകത്തുള്ള കേസ് അന്വേഷണം ഭംഗിയായി കൊണ്ടുപോകണം. ആ കുട്ടിയുടെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ നീതിപൂർവകമായ അന്വേഷണം, സത്യസന്ധമായ അന്വേഷണം അത് നടത്താനുള്ള താല്പര്യം ഗവൺമെന്റ് എടുക്കണം. സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാകും ആ എൻക്വയറിക്ക് മുകളിൽ നിന്ന് ഞാൻ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ഞാൻ ഓർമ്മിപ്പിക്കും. ജനം കാത്തിരിക്കും, ജനം പരിശോധിക്കും, ജനം അത് നിതാന്തമായി ശ്രദ്ധിക്കും. ആ അന്വേഷണത്തിന്റെ പാകപ്പിഴകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അന്വേഷണത്തിനകത്ത് എവിടെയെങ്കിലും വെള്ളം ചേർത്താൽ അവിടെ ഞങ്ങൾ വീണ്ടും ആരോപിക്കും പ്രക്ഷോഭം. സോഫിയുടെ ആത്മാവിന് നീതി ലഭിക്കാൻ സാധിക്കുന്ന നീതിപൂർവകമായ ഒരു അന്വേഷണവും അനന്തര നടപടികളുമാണ് ഈ കേരളത്തിന് ആവശ്യം. അത് ശ്രീ പിണറായി വിജയന്റെ സർക്കാരിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതാണ് ഇത്ര വൈകിയെന്നാണ് CPM നേതാക്കളും സർക്കാരിനൊക്കെ അസംബന്ധം, ശുദ്ധ അസംബന്ധം. നടപടിക്രമം ഈ രാജ്യത്താർക്കും അറിയാത്തതാണ്. ഇവർ മാത്രമാണ് രാജ്യം ഭരിച്ചത്. ഞങ്ങളൊക്കെ രാജ്യം ഭരിച്ചവരല്ലേ. ഞങ്ങളൊക്കെ മന്ത്രിമാരായവരല്ലേ. ഞങ്ങൾക്ക് അറിയാലോ അന്വേഷണക്കാരുടെ അന്വേഷണം ഇത്രയും സീരിയസ് ആയ ഒരു കേസ് അന്വേഷിക്കാൻ വിത്തിൻ 24 hours ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഒരു ഉദ്യോഗസ്ഥന് സാധിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റിന് സാധിക്കും. കൂടുതലായ അന്വേഷണം പിന്നെ നടന്നോട്ടെ. പ്രാഥമിക അന്വേഷണമില്ലേ? അതിനകത്ത് കുറ്റവും അതിനകത്ത് ശരിയും കണ്ടെത്താനുള്ള പ്രാഥമിക അന്വേഷണം ഇല്ലേ? അത് നടത്താൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് DIG റിപ്പോർട്ട് കൊടുത്തത്? അന്വേഷിക്കാതെയാണോ? CAക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത് CID. അത് ചവറ്റോട്ടില്ലേ? ആ ഉദ്യോഗസ്ഥരുടെ വരില്ലേ? അതൊക്കെ CPMന്റെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നടത്തുന്ന കള്ളപ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. വസ്തുതാപരമായത് ശരിയല്ല.
ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? അങ്ങനെയല്ല, ഈ കേസിനെ കുറിച്ച് ഇപ്പം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. ഞാൻ പറയുന്നു, ഞങ്ങൾ പറയുന്നത് ഇതിന്റെ അകത്ത് എന്താണെന്നറിയോ, ഇതൊരു മോഡലാവണം. ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ ഇതൊരു മോഡലാവണം. ഒരു ജുഡീഷ്യൽ എൻക്വയറി വെക്കുന്നതിന് എന്താ സർക്കാരിന് കുറ്റം? എന്താ പോരായ്മ? എന്തുകൊണ്ട് വെച്ചുകൂടാ? സ്വന്തം പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ അവരെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടല്ലേ അവരുണ്ടാക്കുള്ളൂ. നമ്മൾ എത്ര റിപ്പോർട്ട് നിങ്ങൾ ഞാനും കണ്ടു. സർക്കാരിന് ആവശ്യമുള്ള രീതിയിൽ റിപ്പോർട്ട് എഴുതാവുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒന്നും ജയിക്കാൻ അവർക്ക് സാധിക്കും. അധികാരം അവരുടെ കയ്യിലാണ്. അവരാണ് രാജ്യം ഭരിക്കുന്നത്. അവർ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യത നാട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേൾക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷത്തിന് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ പേപ്പറിലൊക്കെ ഞാൻ വാർത്ത കണ്ടു. എത്ര പോലീസ് ഓഫീസേഴ്സ് ക്രിമിനൽ ഒഫൻസിൽ പ്രതികളായ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാ കേരളത്തിൽ? അപ്പൊ ക്രിമിനലിസം ഇല്ലാതാക്കേണ്ടുന്ന സേനക്കകത്ത് തന്നെ ക്രിമിനലുകളാണ് എന്ന യാഥാർത്ഥ്യമാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എത്ര ശതമാനം ന്യായം പ്രതീക്ഷിക്കാം? ഇതൊരു ആളുകളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച് മനസ്സിനെ കീഴടക്കിയ ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ ദാരുണമായത്. ഈ കേരളത്തിൽ ജനങ്ങൾക്ക് അതൊരു മാതൃകയാവണം. ആ കേസിന്റെ അന്വേഷണവും ഈ സംസ്ഥാനത്തെ അക്രമ രാഷ്ട്രീയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം ഒരു സാധാരണ പൗരന്റെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നതിന് ഒരു മോഡലാവണം ഈ അന്വേഷണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരോട് പറയാനുള്ളത്. ഈ പെൺകുട്ടിയെ ഭർത്താവിനെയും കൂടെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ അവിടെ കൂടെ പോയത്, ഭർത്താവിന്റെ കുടുംബത്തിനൊപ്പം പോയത് കോൺഗ്രസ് നേതാവാണ്. വാർത്ത ഞാൻ കണ്ടു. ഇന്ന് അത് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണാനന്തരം റിപ്പോർട്ടിനനുസരിച്ച് നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും.